ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 7. ദൈവമേ, ഇത്രയും നേരം കിടന്നുറങ്ങിയോ ഞാൻ? അവൾ കിടക്കയിൽ നിന്നും ഞെളിപിരി കൊണ്ട് എഴുന്നേറ്റു. കയ്യിലെ ഡിജിറ്റൽ വാച്ചിലേക്ക് നോക്കിയപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ഹോ, ആ കാലമാടൻ്റെ ഒരു പണി! മുഖം വലിഞ്ഞപ്പോൾ ഉണ്ടായ കവളിലെ നീറ്റൽ കാരണം അവളൊന്ന് എരിവ് വലിച്ചു വിട്ടു. ശേഷം തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. കട്ട പിടിച്ച ഇരുട്ട് അവിടെ മാകെ തങ്ങി നിൽപ്പുണ്ട്. ഇത്തിരി വെളിച്ചം പോലും കൂട്ടിനില്ലാത്ത രാത്രി എന്നവൾ നീരസത്തോടെ ഓർത്തു. ഹൈദരാബാദിലെ ഹൈടെക് സിറ്റിയിലെ ഫ്ലാറ്റ് ജീവിതം ഇങ്ങനെ ആയിരുന്നില്ല തനിക്ക്. ശീതീകരിച്ച മുറിയിലെ ഗ്ലാസ് ഭിത്തിക്കപ്പുറമുള്ള റോഡ് എപ്പോഴും വിവിധ വർണ്ണങ്ങളിലുള്ള വഴിവിളക്കുകളാൽ സജീവമായിരിക്കും. ബെഡിലിരുന്നാൽ തന്നെ കാണാം വഴിയിലെ ആൾക്കൂട്ടവും ട്രാഫിക് ബ്ലോക്കും ഒക്കെ. 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും ഒക്കെയുള്ളൊരു ഭൂമിയിലെ സ്വർഗം എന്ന് തന്നെ വിളിക്കാം അതിനെ. ഇടയ്ക്കിടയ്ക്കുള്ള നൈറ്റ് ഡ്രൈവുകളുടെ രസം തന്നെ ഒട്ടൊന്നുമല്ല ഭ്രാന്തിയാക്കിയിട്ടുള്ളത്. 18 വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ലൈസൻസ് എടുത്തിരുന്നു താൻ. അതൊക്കെ ഒരു കാലം. അവളൊന്ന് സങ്കടത്തോടെ നെടുവീർപ്പെട്ടു. വന്നിട്ട് ഒരു രാത്രി പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ മടുത്തിരിക്കുന്നു. അവൾ പതിയെ ഫോൺ കയ്യിലേക്കെടുത്തു. വന്ന മെസ്സേജുകൾക്കെല്ലാം റിപ്ലൈ കൊടുത്തുകൊണ്ട് കുറച്ചു നേരം കൂടി കട്ടിലേക്കിരുന്നു. രോഹിത്തിൻ്റെ ഐ മിസ് യു മെസ്സേജ് കുറേ വന്നു കിടപ്പുണ്ട്. അത് കാണുമ്പോൾ മാത്രം നെഞ്ചിൽ മുള്ളുകൊണ്ട് കൊത്തി വലിക്കുന്ന ഒരു വേദന അനുഭവപ്പെടാറുണ്ട്. ഇത്രയും നാളായിട്ടും അവൻ്റെ കാര്യം മമ്മയോട് പറഞ്ഞിട്ടില്ല. എന്തോ അത് പറയുവാൻ മാത്രം ധൈര്യം തോന്നിയില്ല എന്നതാണ് സത്യം. അവനുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യം മമ്മയോട് പറഞ്ഞാൽ തൻ്റെ സ്വാതന്ത്ര്യത്തെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള കുഞ്ഞൊരു സ്വാർത്ഥത ഉണ്ടായിരുന്നതിനാലാവാം ആ പ്രണയത്തെ താൻ മറച്ചു വെച്ചത്. അവൻ്റെ ഒപ്പമാണ് തന്നെ ഏത് കാര്യത്തിനും പറഞ്ഞു വിടുന്നത്. ചെറുപ്പത്തിലേ തൊട്ട് എൻ്റെ ബോഡി ഗാർഡായിരുന്നവൻ. പിന്നീട് എപ്പോഴോ അത് പ്രണയമായി വളർന്നു. പക്ഷേ തുറന്നു പറയുവാനുള്ള ധൈര്യം അപ്പോഴും കിട്ടിയില്ല. തൻ്റെ 18ാമത്തെ പിറന്നാളിന് രോഹിത് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോഴാണ് താൻ ശരിക്കും ഞെട്ടിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒന്നിൻ്റെ കാര്യത്തിലും അവൻ തന്നെ മാറ്റി നിർത്തിയിട്ടില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഡിവോഴ്സിൻ്റെ കാര്യം നടക്കുമ്പോൾ മാത്രം അതിനെതിരായി മാത്രം ആൾ സംസാരിച്ചിട്ടുണ്ട്. ഓരോന്നോർത്തുകൊണ്ട് അവൾ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അമ്മയെ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ അപ്പുറത്തെ മുറി വല്ലതും കിടക്കുന്നുണ്ടായിരിക്കും. മനസ്സിലങ്ങനെ കരുതിക്കൊണ്ട് അവിടെ ഇരുന്ന ബോട്ടിലെ വെള്ളം കുറച്ചെടുത്ത് കുടിച്ചവൾ. ഹോ, നീറുന്നു അവൻ്റെ ഒരു പാറ കയ്യ്. വീണ്ടും ഭദ്രനെ മനസ്സിൽ വഴക്കു പറഞ്ഞു പെണ്ണ്. ബോട്ടിലിൻ്റെ അടപ്പടച്ചെടുത്തെടുത്ത് തന്നെ തിരികെ വെച്ചു. വെറുതെ എന്തുകൊണ്ടോ ജനലരികിലേക്ക് പോകുവാൻ പാറുവിന് തോന്നിയതും കാലുകൾ അങ്ങോട്ടേക്ക് നീക്കിയവൾ. ദൈവമേ, ഇതാ കാലൻ്റെ വീടല്ലേ? ഒരു വഴിക്കപ്പുറം കാണാറായ ചെമ്പകശ്ശേരി വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ കൂർത്തു. വഴിവിളക്കിൻ്റെ നേരിയ വെളിച്ചം ആ വീടിൻ്റെ മുറ്റത്തേക്ക് പരന്നൊഴുകുന്നുണ്ട്. സാമാന്യം നല്ല വലുപ്പമുള്ള വാർക്ക കെട്ടിടമാണ്. പഴയ രീതിയിൽ പണിത പുതിയ വീട്. വല്ലാത്തൊരു ഭംഗി. റൂഫിന് മുകളിൽ പാകിയ ഓടുപോലും വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ആ വീടിൻ്റെ ഭംഗിയേക്കാളും അതിനു മുൻപിൽ നട്ടു വളർത്തിയ പൂവിട്ട് നിൽക്കുന്ന ചെടികളാണ് എല്ലാവരെയും അങ്ങോട്ടേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ചെടികളോടും പൂക്കളോടും ഒക്കെ കുട്ടിക്കാലം തൊട്ടേ തനിക്ക് വല്ലാത്തൊരിഷ്ടമാണ്. ഫ്ലാറ്റിൻ്റെ മുൻപിലുള്ള ബാൽക്കണിയിൽ ഒരു ചെറിയ ഗാർഡൻ താനും സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ അങ്ങോട്ടേക്ക് പോയപ്പോൾ അമ്മയോട് സംസാരിച്ച് അവിടെ എവിടെയും വായി നോക്കി നടന്നതുകൊണ്ട് അധികമൊന്നും അതൊക്കെ തനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നവൾ സങ്കടത്തോടെ ഓർത്തു. ലക്ഷ്മി അമ്മയോട് ചോദിച്ചാൽ ആ ചെടിയുടെ കമ്പുകളൊക്കെ തരുമായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ചെന്ന് ചോദിക്കാൻ പറ്റുമോ?
ആ കാലൻ്റെ നെഞ്ചത്തോട്ട് കയറി കൊടുക്കാൻ എനിക്കിനിയും വയ്യ. അവള് അമർഷത്തോടെ ചിന്തിച്ചു. അതിന് ഞാനൊന്നും തെറ്റ് ചെയ്തില്ലല്ലോ, പിന്നെന്തിന് അങ്ങേരെ പേടിക്കണം? അങ്ങേരല്ലേ എന്നെ ഓരോന്നൊക്കെ ചെയ്തേ. അപ്പോൾ സോറി ചോദിക്കേണ്ട കടയും ആ കാലനാണ്. പാർവതി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നോക്കിയപ്പോഴാണ് വീടിന് സിറ്റൗട്ടിന് അപ്പുറമുള്ള മുൻവശത്തെ മുറിയിൽ നിന്നും പുറത്തേക്ക് പരക്കുന്ന ലൈറ്റിൻ്റെ വെളിച്ചം അവൾ കണ്ടത്. ഈ പാതിരാത്രിയിൽ ഇതാരാണാവോ ഉറങ്ങാതെ ഇരിക്കുന്നേ? ലക്ഷ്മിയമ്മ ആയിരിക്കുവോ? അറിയുവാനുള്ളൊരാകാംക്ഷ അവളിൽ ഉണർന്നു. പാറു ജനലിൻ്റെ തടി കൊണ്ടുള്ള അഴിയിൽ ചുറ്റി പിടിച്ചുകൊണ്ട് മുഖം താഴ്ത്തി അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു നോക്കി. ആരോ മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിപ്പുണ്ട്. അയ്യോ, അതാ കാലനല്ലേ? അവളൊന്ന് എരിവ് വലിച്ചു. അങ്ങേരി പാതിരാത്രിയിൽ ഇതെന്തെടുക്കുവാ? അവള് കൂലങ്കുഷിതമായി ചിന്തിച്ചു. എന്തായാലും നല്ലതൊന്നും ആയിരിക്കുമല്ല ചെയ്യുന്നേ. പതിയെ പിറുപിറുത്തുകൊണ്ട് വീണ്ടും ചെയ്യുന്ന പണിയിലേക്ക് ശ്രദ്ധ തിരിച്ചവൾ. നടുവിലായി കാണുന്ന ഒരു പാതയുടെ ദൂരം മാത്രമേ ഇരു വീടുകൾക്കും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി കാണാൻ സാധിക്കും. നല്ലവനായ ഭദ്രൻ കുടിക്കുവാണല്ലോ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ പെണ്ണിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി പൊടുന്നനെ മനസ്സിലേക്കും പടർന്നു. കാണാൻ കൊതിച്ചതെന്തോ കണ്ടെന്നുള്ള സന്തോഷത്തിൽ അവളുടെ വേദനയൊക്കെ എപ്പോഴേ പമ്പ കടന്നിരുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയായിരുന്നു പാറുവിന്. കണിയാമംഗലം ഗ്രാമത്തിലെ ചെമ്പകശ്ശേരി വീട്ടിൽ ഭദ്രൻ മാറാറിൻ്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറിയിരിക്കും, ഇതെൻ്റെ വാക്ക്. കട്ടിലിൽ കിടന്ന സാംസങ് ഗാലക്സി X22 ഫോൺ കയ്യിലെടുത്തുകൊണ്ട് പെണ്ണവൾ വീണ്ടും ജനാലക്കരിയിലേക്ക് പാഞ്ഞു. ഈ ക്യാമറ കണ്ണുകളിൽ നിന്നും നിനക്ക് മോചനമില്ല മാരാരേ. അവൾ പകയോടെ വീഡിയോ എടുക്കുവാനായി തുടങ്ങി. ഫോണിൻ്റെ ലെൻസ് അവൻ്റെ കയ്യിലിരുന്ന ബോട്ടിലിൻ്റെ ലേബലിനെ പോലും വളരെ കൃത്യമായി പകർത്തിയെടുത്തു. ഭദ്രൻ ഓരോ സിപ്പായി ഗ്ലാസ്സിലേക്ക് അത് ഒഴിക്കുന്നതും അതിൽ സോഡ ചേർക്കുന്നതും ഐസ് ക്യൂബ്സ് ഇടുന്നതും ഒക്കെ ഒരു തരം ഭ്രാന്തമായ ആവേശത്തോടു കൂടിയാണ് പാർവതി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നല്ല ആണുങ്ങളുടെ കയ്യിലെ ചൂടറിയും നീ. വീട്ടിൽ വന്നു കയറിയ ഉടൻ തന്നെ ഭദ്രൻ തന്നോട് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ കിടന്ന് തികട്ടിയപ്പോൾ അവൾ പകയോടെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഫോണിൽ റെക്കോർഡായ വീഡിയോ സേവ് ചെയ്തു വെച്ചു. എന്നെ ചെയ്യാൻ നിനക്കെന്ത് ധൈര്യമാടാ ഭദ്രന്മാരാരെ? നിന്റെ അത്രയും ബലമൊന്നും എനിക്കില്ല, പക്ഷേ നിന്നെ പൂട്ടാൻ ഈ പാർവതി മതിയാകും. അവൾ അണപ്പല്ലി ഞിരിച്ചു. അതിൻ്റെ ഫലമായി ചുണ്ടിൻ്റെ കോണിൽ പൊടിഞ്ഞ ചോരയോ കവളിലെ നീറ്റലോ പാർവതിയെ തെല്ലുവേശിയില്ല. ഫോൺ കട്ടിലേക്ക് ഇട്ടുകൊണ്ട് ജനൽപാളികൾ വലിച്ചടച്ച് പെണ്ണ് ഇതൊന്നും അറിയാതെ നന്ദനയുടെ ചില്ലു പൊട്ടിയ ഫോട്ടോയിലേക്ക് നോക്കി. കയ്യിലിരുന്നത് അല്പാൽപമായി നുണയുകയായിരുന്നു ഭദ്രൻ അപ്പോൾ. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. വേം വായിച്ച് കമൻറ്റ് ചെയ്യാലേ അടുത്ത പാട്ടും വേഗം തരാം കേട്ടോ. വായിക്കുന്നവരെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വായനക്കാർ ഒരുപാടുണ്ട്, പക്ഷെ ഫോളോവേഴ്സ് വളരെ കുറവാണ്. എൻ്റെ സ്റ്റോറിയുടെ അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻ വരണമെങ്കിലേ ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ. ബൈ ബൈ.